G20 രാജ്യങ്ങളെന്ന് പറയുന്ന ലോകത്തെ ഒരു കൂട്ടായ്മയുണ്ട്. G20 രാജ്യങ്ങൾ വളരെ കരുത്തുറ്റ രാജ്യങ്ങളാണ്. ആ കരുത്തുറ്റ രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഈ ജൂൺ 29-ന്, അതായത് കൃത്യമായി പറഞ്ഞാൽ ഇന്നലെയല്ല, അതിന് മുൻപത്തെ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. ആ റിപ്പോർട്ട് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് UN-ൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറഞ്ഞൊരു സംഗതി സെറ്റ് ചെയ്തിട്ടുണ്ട്. ലോകത്തെ രാജ്യങ്ങൾ അല്ലെങ്കിൽ സമഗ്ര മേഖലകളും എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ആ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് പറയുന്നത്. അതിനൊരു ഡേറ്റാബേസ് ഉണ്ട്. ആ ഡേറ്റാബേസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സൗദി ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ അവരുടെ ഒരു മന്ത്രാലയം ഈ UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്ത രാജ്യങ്ങളിൽ ഏറ്റവും സുരക്ഷിതമായി കണ്ടെത്തിയ രാജ്യം സൗദി അറേബ്യയാണ് എന്ന് ഐക്യരാഷ്ട്രസഭയുടെ അസസ്മെൻറ്റ് റിപ്പോർട്ട് പുറത്തുവിട്ടു. ഏറ്റവും സുരക്ഷിതമായ രാജ്യം എന്ന സംഗതിയാണ് ആ രാജ്യം നേടിയത്. നമ്മൾ സാധാരണ ഇസ്ലാമോഫോബിക്കായി പറയുന്നത് 6-ാം നൂറ്റാണ്ടുകാരുടെ രാജ്യം, പഴഞ്ചൻ രാജ്യം, ജനാധിപത്യമില്ലാത്ത രാജഭരണത്തിൻ്റെ രാജ്യം, തിരുവായിക്കെതിർവായില്ലാത്ത രാജ്യം, ഒട്ടക ചികിത്സയുടെ രാജ്യം എന്ന് വേണ്ട എന്തെല്ലാം പ്രാകൃതഭാവമുണ്ടോ ആ ഭാവങ്ങളൊക്കെ ഉണ്ട് എന്ന് വരുത്തി വിദ്വേഷം പ്രചരിപ്പിക്കുന്ന രാജ്യമാണ് ഈ ഭൂമിയിലെ, ഈ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഞാനത് കണ്ടപ്പോൾ വലിയ കൗതുകം തോന്നി എനിക്ക്. കാരണം ഇന്ന് ആ രാജ്യം പിന്തുടരുന്ന വിശ്വാസത്തിൻ്റെ ഭാഗമായുള്ള മനുഷ്യരെ നമ്മുടെ രാജ്യത്ത് ഭക്ഷണത്തിൽ തുപ്പുന്നവരായും സ്ത്രീകളെ മോശപ്പെടുത്തുന്നവരായും അവർക്ക് സ്വാതന്ത്ര്യം നൽകാത്തവരായും എന്ത് കുറ്റകൃത്യങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായുമൊക്കെയാണ് ചിത്രീകരിക്കുന്നത്. എന്നിട്ട് അതെല്ലാം മതം അനുവദിക്കുന്നതും മതം പ്രോത്സാഹിപ്പിക്കുന്നതുമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ മതം അനുവദിക്കുന്നതും മതം പ്രോത്സാഹിപ്പിക്കുന്നതുമാണ് അത്തരം കുറ്റകൃത്യങ്ങളെങ്കിൽ ഈ കുറ്റകൃത്യങ്ങളുടെ പറുദീസയാവേണ്ടതാണ് ഇവിടെ സൗദി അറേബ്യ. കാരണം മക്കയും മദീനയും ഉൾപ്പെടുന്ന പ്രവാചക സ്പർശത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളടങ്ങുന്ന മേഖലയാണ് സൗദി അറേബ്യ. പിന്നെ അവർ ജനാധിപത്യത്തിൻ്റെ മാതാവുമല്ല, പിതാവുമല്ല, മദർലാൻഡുമല്ല, ഫാദർലാൻഡുമല്ല, പിന്നെ അങ്ങനെ ഒന്നുമല്ല. പക്ഷേ എങ്കിൽ പോലും ആ രാജ്യമാണ് ഏറ്റവും സുരക്ഷിതമായ രാജ്യമായി വന്നത്. ഞാനതിൻ്റെ റിപ്പോർട്ടിലേക്കൊന്ന് കയറി. വെറുതെ വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എങ്ങനെയാണ് വന്നത് എന്നറിയാൻ. അപ്പോഴാണ് പാസ്റ്റ് 3 ഇയേഴ്സിലെ ഇൻസിഡൻസുകളുടെ ഡേറ്റാബേസ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ പ്രകാരം എടുത്തിരിക്കുന്നത്. അതിലൊന്ന് ഈ രാത്രികാലങ്ങളിലോ മറ്റുള്ള സന്ദർഭങ്ങളിലോ ഉള്ള കുറ്റകൃത്യങ്ങളുടെ കണക്കാണ്. അതായത് നിരത്തുകളിൽ ഇറങ്ങിയ 97% പേരും സേഫായിരുന്നത്രേ. 97 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 100%, ഒറ്റപ്പെട്ട ചില ഇൻസിഡൻറ്റുകൾ ഒഴിച്ചാൽ. നമ്മൾ മറ്റ് പല രാജ്യങ്ങളും, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ, ചൈന അടക്കമുള്ള രാജ്യങ്ങളിലെ പത്രങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിച്ചാൽ എന്താ നടക്കുക? അതൊന്നും അവിടെ നടക്കുന്നില്ലത്രേ. സ്ത്രീകളോടുള്ള ഇൻസിഡൻസ്, അതായത് സ്ത്രീകൾ 98% പേരും സേഫായിരുന്നത്രേ. ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങളില്ലാതെ, കണ്ണുകൊണ്ടുള്ള ബലാത്സംഗങ്ങളില്ലാതെ, നാവ് കൊണ്ടുള്ള ബലാത്സംഗങ്ങളില്ലാതെ, ചെവി കൊണ്ടുള്ള ബലാത്സംഗങ്ങളില്ലാതെ, ഒരു പീഡനങ്ങളുമില്ലാതെ അവർ സുരക്ഷിതയായിരുന്നത്രേ. മൂന്നാമത്തെ സംഗതി എന്താ? വൃദ്ധരായ മാതാപിതാക്കൾ 99% പേരും സുരക്ഷിതരാണത്രേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു രാജ്യത്തിൻ്റെ ഡേറ്റ. എല്ലാ കോമ്പിനേഷനും തെറ്റല്ലേ അവിടെ? നമ്മളെല്ലാം വിചാരിക്കുന്നത് എന്താ? സമ്പത്ത് കൂടുന്നതോടുകൂടി, സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതോടുകൂടി മനുഷ്യൻ ഭ്രാന്തനായി ഇതെല്ലാം ഉപേക്ഷിച്ച് പോകുന്നു. നമ്മൾ കേരളത്തിൽ സ്ഥിരം കേൾക്കുന്ന പ്രസംഗമാണ്. മാതാപിതാക്കൾ വൃദ്ധമന്ദിരത്തിലേക്ക് എത്തുന്നതിന് കാരണം സമ്പത്തുള്ള മക്കളുണ്ടാവുന്നതുകൊണ്ടാണ്. അവർ സമ്പത്തിന് പിന്നാലെ പോകുമ്പോൾ ഇത് ഭാരമായി തോന്നുന്നു, ഉപേക്ഷിക്കുന്നു. അങ്ങനെയൊക്കെയല്ലേ അതിൻ്റെ എക്കണോമിക്സും കോംബോയും കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പും ഒക്കെ പറയേണ്ടത്. പക്ഷേ അവിടെ ഒരു സുരക്ഷിതരാണത്രേ. എന്താണ് ആ സുരക്ഷിതത്വത്തിൻ്റെ കാരണം? ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലായിടവും CCTV സ്ഥാപിച്ചു. UN-ന് അങ്ങനെയല്ലേ പറയാനൊക്കൂ. പോലീസ് സംവിധാനം മെച്ചപ്പെടുത്തി, കടുത്ത ശിക്ഷ നൽകി. കടുത്ത ശിക്ഷ ഏത് ശിക്ഷയാണ്? ഇസ്ലാമിക് റൂൾസിലെ ശിക്ഷയാണ്. ഇവിടുത്തെ കൂട്ട് അറസ്റ്റ് ചെയ്യലും ജാമ്യം എടുക്കലും വർഷങ്ങൾ നീളുന്ന വിചാരണയും, എടുക്കുന്ന കേസുകളിൽ 65% ഫേക്കും, എടുക്കേണ്ട കേസുകളിൽ 70% എടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സംവിധാനമല്ല. കൃത്യം, വ്യക്തം, കൃത്യം. അവിടെ ഒരു ശിക്ഷിക്കപ്പെട്ട കുറ്റവാളിയെ ഇവിടെ ഒരുപാട് ആഘോഷിച്ചു. എന്നാൽ അവിടെ ശിക്ഷിക്കപ്പെട്ട ഒരു കുറ്റവാളിയെ അവിടെ ആരെങ്കിലും ആഘോഷിക്കാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ആഘോഷിക്കാൻ ശ്രമിക്കുന്നവൻ ഉൾപ്പെടെ അകത്ത് കിടക്കും.
ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയൊക്കെ അങ്ങോട്ട് മാറ്റിവെക്ക്, അതൊക്കെ അങ്ങോട്ട് മാറ്റിവെക്ക്. മതത്തിൻ്റെ പ്രിൻസിപ്പിളാണ് ഇസ്ലാം. പിന്നെ ഈ മാതാപിതാക്കൾ സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ കാര്യം എന്താ? ഒരു പ്രവാചകൻ്റെ വചനമാണ്, ഖുർആൻ വാക്യങ്ങളാണ്. മാതാപിതാക്കളെ തൃപ്തിയാകാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. നിങ്ങളുടെ മാതാവിൻ്റെ കാൽ കീഴിലാണ് സ്വർഗം. നിങ്ങൾക്ക് ആരോടാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പാട്? പ്രവാചകനോട് ചോദിക്കുന്നു. 1 തവണ ഉമ്മ, 2 തവണ ഉമ്മ, 3 തവണയും ഉമ്മ, 4ാമത്തെ തവണയാണ് ഉപ്പ. നിങ്ങളുടെ വൃദ്ധരായ ഏതെങ്കിലും മാതാപിതാക്കൾ തൃപ്തിയല്ലെങ്കിൽ നിങ്ങൾക്ക് സമയത്ത് ആ മനോഹരമായ തൃപ്തിയുടെ സൂക്തം ചെയ്യാനാവില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്ന ആ സൂക്തം നിങ്ങൾക്ക് ചൊല്ലാനാവില്ല. അതൊക്കെയാണ് ഏറ്റവും വലിയ സോഷ്യൽ കൺട്രോൾ. ആ സോഷ്യൽ കൺട്രോളിൻ്റെ ഫ്രെയിമിലൂടെയാണ് ഇങ്ങനെ ഒരു രാജ്യമായി തീർന്നത്. അപ്പോൾ ചോദിക്കും, ഈ പേരുള്ള രാജ്യങ്ങൾ എന്താ അങ്ങനെ ആകാത്തതെന്ന്? അതതിൻ്റെ ആ മെയിൻ്റെനൻസാണ്, ആ സസ്റ്റൈനബിൾ മോണിറ്ററിംഗ് ആണ്, ആ സിസ്റ്റംസാണ്. ഇന്ന് വരെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നാളെ നമുക്ക് പ്രവചിക്കാനാവില്ല, പക്ഷേ ഇന്ന് വരെയുള്ള സ്ഥിതി അതാണ്.